മന്ത്രിസഭ രൂപീകരിക്കാൻ പിണറായി വിജയനെ ഗവർണർ ക്ഷണിച്ചു. മന്ത്രിമാരുടെ പട്ടിക നൽകാൻ ഗവർണർ നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരിമാനൂർ ചേരുന്നു. സുനിൽ, നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ ഗവർണർ സദാശിവത്തെ കണ്ട് ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നു. ഒപ്പം MLA-മാരുടെ പിന്തുണ അറിയിക്കുന്ന കത്തും നൽകിയിരുന്നു. ഇതിന്റെ സ്വാഭാവിക നടപടിക്രമമാണോ തുടർന്ന് ഇപ്പോൾ ഉണ്ടായത്? തീർച്ചയായും ഭരണഘടന അനുശാസിക്കുന്ന സ്വാഭാവിക നടപടിക്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ CPM MLA-മാർ AKG സെൻറ്ററിൽ യോഗം ചേർന്ന് പിണറായി വിജയനെ നിയമസഭാ കക്ഷി നേതാവായി തീരുമാനിക്കുകയായിരുന്നു. ഈ തീരുമാനവും MLA-മാരുടെ പിന്തുണയും കക്ഷി നേതാക്കളെല്ലാം തന്നെ കോടിയേരി ബാലകൃഷ്ണനും NCPയുടെ നേതാവും അതുപോലെ CPIയുടെ നേതാക്കളടക്കം ഗവർണറെ കണ്ട് ആ ലെറ്റർ ഗവർണർക്ക് നൽകുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തുടർ നടപടിയാണ് ഗവർണർ പിണറായി വിജയനെ ചീഫ് മിനിസ്റ്ററായിട്ട് മുഖ്യമന്ത്രിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു തീരുമാനമാണ് വന്നിട്ടുള്ളത്. 161(1) പ്രകാരം ഭരണഘടനയുടെ 161(1) പ്രകാരം പിണറായി വിജയനെ മുഖ്യമന്ത്രിയായി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി പിണറായി വിജയൻ ആരൊക്കെയാണ് തന്നോടൊപ്പമുള്ള മറ്റ് മന്ത്രിമാർ ഈ മന്ത്രിസഭയിൽ എന്നുള്ളതാണ് അറിയിക്കേണ്ടത്. അത് അറിയിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഗവർണർ ഇപ്പോൾ കത്തിലൂടെ നൽകിയിട്ടുള്ളത്. ഇതിനനുസരിച്ച് 25-ാം തീയതി രാവിലെ തന്നെ പിണറായി വിജയൻ മന്ത്രിമാരുടെ ലിസ്റ്റുമായി ഗവർണറെ കാണും. അത് ആണ് സ്വാഭാവികമായിട്ടുള്ള ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകുക. അതിനുശേഷം അന്ന് വൈകുന്നേരമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങും നടക്കുക. ഇപ്പോൾ ഗവർണർ ഇത്തരത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നിർദ്ദേശം, അത് സർക്കാർ രൂപീകരിക്കാനായിട്ടുള്ള ഒരു അനുമതിയാണ് ഇപ്പോൾ നൽകി പിണറായി വിജയനെ ക്ഷണിച്ചിരിക്കുന്നത് സർക്കാർ രൂപീകരിക്കാനായി. മന്ത്രിസഭ രൂപീകരിക്കാൻ പിണറായി വിജയന് ഗവർണറുടെ ക്ഷണം. ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരിമാനൂരാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് റൂമിൽ നിന്ന്. LDF മന്ത്രിസഭയിലെ CPIM മന്ത്രിമാരെ സംസ്ഥാന സമിതി തീരുമാനിച്ചു. ഞായറാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ പട്ടികയ്ക്കാണ് സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകിയത്. സ്പീക്കർ സ്ഥാനത്തേക്ക് P. ശ്രീരാമകൃഷ്ണനെയും തീരുമാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, തോമസ് ഐസക്, KK ശൈലജ, AK ബാലൻ എന്നിവർ മന്ത്രിമാരാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ G. സുധാകരൻ, കടകംപള്ളി സുരേന്ദ്രൻ, AC മൊയ്തീൻ, J. മേഴ്സിക്കുട്ടിയമ്മ എന്നിവരും പുതുക്കാട് ഏരിയ കമ്മിറ്റി അംഗമായ C. രവീന്ദ്രനാഥും CPM സ്വതന്ത്രൻ KT ജലീലും മന്ത്രിയാകും. വകുപ്പുകൾ ബുധനാഴ്ച തീരുമാനിക്കും. മന്ത്രിമാരിൽ 8 പേർ പുതുമുഖങ്ങളാണ്. 3 പേർ മുൻ LDF മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 4-ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. 19-അംഗ മന്ത്രിസഭയിൽ CPM-നെ കൂടാതെ CPI-ക്ക് 4 മന്ത്രിമാരും JDS, NCP, കോൺഗ്രസ് എസ് എന്നീ ഘടകകക്ഷികൾക്ക് 1 വീതം മന്ത്രിമാരുമാണ് ഉണ്ടാവുക. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം CPI-ക്കാണ്. 2-ന് ചേരുന്ന മന്ത്രിസഭായോഗം നിയമസഭാ സമ്മേളനത്തിന്റെ തീയതിയും നിശ്ചയിക്കും. കേരള ചരിത്രത്തിൽ പുത്തൻ അധ്യായം രചിച്ച് CPM-ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാർ. വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനം മറ്റന്നാൾ കൈക്കൊള്ളും. AKG സെന്ററിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ദേവദത്തിനൊപ്പം KG ദിനകർ. CPIയുടെ സംസ്ഥാന കൗൺസിലിൽ 4 മന്ത്രിമാരെയും തെരഞ്ഞെടുത്തു. E. ചന്ദ്രശേഖരൻ, VS സുനിൽകുമാർ, P. തിലോത്തമൻ, K. രാജു എന്നിവർ മന്ത്രിമാരാകും. മുതിർന്ന നേതാക്കളായ മുല്ലക്കര രത്നാകരൻ, C. ദിവാകരൻ എന്നിവരെ ഒഴിവാക്കി. പാർട്ടി എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും വിശദമായി ചർച്ച ചെയ്ത ശേഷമാണ് CPIയുടെ മന്ത്രിമാരെ തെരഞ്ഞെടുത്തത്. കാഞ്ഞങ്ങാട് MLA E. ചന്ദ്രശേഖരൻ, തൃശൂർ MLA VS സുനിൽകുമാർ, ചേർത്തല MLA P. തിലോത്തമൻ, പുനലൂർ MLA K. രാജു എന്നിവർ മന്ത്രിമാരാകും. ചിറയൻകീഴ് MLA V. ശശിയായിരിക്കും പുതിയ ഡെപ്യൂട്ടി സ്പീക്കർ. മുതിർന്ന നേതാക്കളായ C. ദിവാകരൻ, മുല്ലക്കര രത്നാകരൻ എന്നിവരുടെ പേരുകൾ മന്ത്രിസ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരുന്നുവെങ്കിലും പുതുമുഖങ്ങൾ മതിയെന്ന് CPIയുടെ കൗൺസിൽ തീരുമാനിക്കുകയായിരുന്നു. വകുപ്പുകൾ സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് 25-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പാർട്ടി എക്സിക്യൂട്ടീവ് ചേരും. CPI 5-ാം മന്ത്രിയെ ആവശ്യപ്പെട്ടു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. നിങ്ങൾ മാധ്യമങ്ങളിൽ ധാരാളം വകുപ്പുകൾ ഞങ്ങൾ ചോദിച്ചെന്നും ഒക്കെ വാർത്തകൾ വരുന്നുണ്ട്. 5 മന്ത്രിമാർ ചോദിച്ചു, 5 മന്ത്രിമാരെ ചോദിച്ചു എന്നൊക്കെ. ദയവ് ചെയ്ത് ആരെങ്കിലും തൽപര കക്ഷികൾ പറയുന്ന കാര്യങ്ങൾ കൊടുക്കരുത്. ഇവിടെ കേരളത്തിൽ LDF ഗവൺമെൻറ്റിൻ്റെ വകുപ്പ് വിഭജനം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. 25-ാം തീയതി രാവിലെയാണ് CPIയും CPM-ഉം LDF-ഉം വകുപ്പിനെ സംബന്ധിച്ച് ആദ്യഘട്ട ചർച്ച ആരംഭിക്കുന്നത്. തിരുവനന്തപുരം. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് സർക്കാർ ധവളപത്രം പുറത്തിറക്കുമെന്ന് നിയുക്ത മന്ത്രി ഡോക്ടർ തോമസ് ഐസക്. കാലിയായ ഖജനാവാണ് പുതിയ സർക്കാരിന്റെ മുന്നിലെ വെല്ലുവിളി. വികസനത്തിനായി പുതിയ സമന്വയം ഉണ്ടാക്കുമെന്നും തോമസ് ഐസക് അറിയിച്ചു. പുതിയ സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കാലിയായിട്ടുള്ള ഖജനാവാണ്. ഒരു 15 വർഷം മുമ്പ് കേരളം നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിക്ക് സമാനമായ പ്രതിസന്ധിയാണ് ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. കടം മേടിക്കുന്ന പണത്തിൻ്റെ ഏതാണ്ട്
60-70% തുക ദൈനംദിന ചെലവിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മൂലധന ചെലവിൽ ഗണ്യമായ ഇടിവുണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പണമില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ വർഷം വികസന പദ്ധതിയുടെ 59% ചിലവാക്കിയിട്ടുള്ളതെന്നാണ് ട്രഷറി എന്നുള്ള കണക്ക്. അതിന് മുമ്പത്തെ വർഷം C&G തന്നെ പറഞ്ഞിട്ടുണ്ട് 61%. അപ്പോൾ ഇത് സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു പരിശോധന നടത്തേണ്ടി വരും. ഇത് സംബന്ധിച്ച് സർക്കാർ ഒരു ധവളപത്രം ഇറക്കും. തെരഞ്ഞെടുപ്പിൽ മദ്യനയം UDF-ന് തിരിച്ചടിയായില്ലെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താനായി ജൂൺ 4-5 ദിവസങ്ങളിൽ KPCC യോഗം ചേരും. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ തീരുമാനമുണ്ടാകും. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് താൻ സ്ഥാനമൊഴിയേണ്ടതില്ലെന്നും സുധീരൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തെ ചൊല്ലി ഭിന്നതകൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിലായിരുന്നു KPCC നിർവാഹക സമിതി യോഗം ചേർന്നത്. വിമർശനങ്ങൾ കടുത്ത പൊട്ടിത്തെറിയിലേക്ക് നയിക്കുമെന്നതിനാൽ തെരഞ്ഞെടുപ്പ് തോൽവി യോഗം ഇന്ന് ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. തോൽവിയെക്കുറിച്ച് ജില്ലാതലത്തിൽ ആദ്യം KPCCയുടെ മേൽനോട്ടത്തിൽ വിലയിരുത്തലുകൾ നടത്തും. ഇതിനുശേഷം ജൂൺ 4-5 തീയതികളിൽ KPCCയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് ചേർന്ന് തോൽവി വിശദമായി പരിശോധിക്കുമെന്ന് അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. സ്ഥാനാർത്ഥികൾക്ക് കൂടി പറയാനുള്ള ഒരു അവസരം ഉണ്ടാകണം. അവരുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച വേണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 ദിവസത്തെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് നടത്താൻ തീരുമാനിച്ചത്. ഇത്രയും കനത്ത പരാജയം ഒരു തലത്തിലും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചർച്ചകൾ നടത്തി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. എന്നാൽ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് താൻ ഒഴിയേണ്ടതില്ലെന്നും സുധീരൻ വ്യക്തമാക്കി. മദ്യനയം തെരഞ്ഞെടുപ്പിൽ UDF-ന് തിരിച്ചടിയായില്ല. ബാർ ലോബിയാണ് ഇത്തരം പ്രചരണത്തിന് പിന്നിലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. പ്രശ്നം തെരഞ്ഞെടുപ്പ് രംഗത്ത് പരാജയമുണ്ടാകാം, വിജയമുണ്ടാകാം. ഇതൊന്നൊരു പുതിയ കാര്യമല്ല. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ശരിയായി വിലയിരുത്തി അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി, ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ നയം. മദ്യനയം UDF-ന് ഒരിക്കലും തിരിച്ചടിയല്ല. അത് വളരെ സംഘടിതമായി ബാർ ലോബിയുടെ ഒരു പ്രചരണം അഴിച്ചുവിട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് നിർദ്ദേശത്തിനായാണ് കാത്തിരിക്കുന്നത്. എത്രയും വേഗം ഇതിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നും സുധീരൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായും മാനിച്ചുകൊണ്ട് ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UDF നേതൃത്വത്തിനെതിരെ ബിന്ദു കൃഷ്ണയും ഷാനിമോളും രംഗത്ത്. UDF-ൽ വനിതകൾക്ക് അവഗണനയാണ്. സ്ത്രീകൾ വെള്ളം കോരികളും വിറകുവെട്ടുകാരുമാണ്. LDF 2 വനിതകളെ മന്ത്രിമാരാക്കിയത് ചരിത്ര സംഭവമാണെന്നും ഇരുവരും പറഞ്ഞു. കോൺഗ്രസിനകത്ത് ഒട്ടേറെ വനിതകൾ വിറക് വെട്ടികളും വെള്ളം കോരികളുമായിട്ട് അവശേഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങളൊക്കെ തന്നെ നടത്താറുണ്ട്. പക്ഷേ അതൊന്നും കണ്ട ഭാവം നടിക്കാതെ തോക്കുമെന്ന് 100% ഉറപ്പുള്ള സീറ്റുകൾ തെരഞ്ഞു പിടിച്ച് തരുന്ന ഒരു സ്ഥിതിയാണ് കണ്ടിട്ടുള്ളത്. കേരളത്തിലെ കോൺഗ്രസിൽ വനിതകൾ എന്ന് പറയുന്നത് ഒരു പ്രാധാന്യമില്ലാതായി ഇത് പറയുമ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് ഇതല്ല. ഏറ്റവും കൂടുതൽ പുരുഷാധിപത്യം നിലനിൽക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പരാതികളുമായി നേതാക്കൾ ഹൈക്കമാൻഡിന് മുമ്പിൽ. നേതൃതലത്തിൽ നടപടി വേണമെന്ന് സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടതായി ശശി തരൂർ അറിയിച്ചു. പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ചൊല്ലി നടക്കുന്ന തർക്കത്തിലും ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയ കോൺഗ്രസ് വലിയ പ്രതീക്ഷ വച്ചത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിലായിരുന്നു. തർക്കമുണ്ടാകാതിരിക്കാൻ 3 നേതാക്കളെ പ്രചാരണ ചുമതല ഏൽപ്പിച്ചെങ്കിലും ഫലപ്രദമായില്ല. ഉമ്മൻചാണ്ടിയുടെ പിടിവാശിക്ക് വഴങ്ങി ആരോപണ വിധേയരെ സ്ഥാനാർത്ഥിയാക്കിയതടക്കം പരാജയപ്പെടാൻ കാരണമായെന്ന് ഹൈക്കമാൻഡ് കരുതുന്നു. ഇതിനിടയിലാണ് പരാതികളുമായി നേതാക്കൾ ഹൈക്കമാൻഡിന് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. സോണിയാഗാന്ധിയുമായി ശശി തരൂർ MP കൂടിക്കാഴ്ച നടത്തി പരാതി അറിയിച്ചു. സംഘടനാ തലത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ടതായി ശശി തരൂർ പറഞ്ഞു. കേരളത്തിലെ വിഷയം ഗൗരവമായി എടുക്കുമെന്ന് സോണിയാഗാന്ധി അറിയിച്ചതായും തരൂർ വ്യക്തമാക്കി. 50 മിനിറ്റ് അവരൊപ്പം ഒറ്റയ്ക്ക് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സംശയവും വേണ്ട, നമ്മുടെ പാർട്ടിയുടെ നേതൃത്വം കേരളത്തിൽ എന്താ സംഭവിച്ചതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ആക്ഷൻ എടുക്കാനും തീരുമാനിച്ചു എന്ന് ഉറപ്പുമാണ്. നേതൃത്വം ഈ വിഷയത്തിനെ ഭയങ്കര സീരിയസ് ആയി എടുത്തിട്ടുണ്ട്. ഹൈക്കമാൻഡിന് കേരള വിഷയം ഒരു ചെറിയ കാര്യമല്ല എന്ന് ഞാൻ ആക്ഷൻ വാക്യം ഉപയോഗിച്ചിട്ടുള്ളൂ, അതാണ് അവരും ഉപയോഗിക്കുന്നത്. പരാജയത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ചൊല്ലി കേരളത്തിലുണ്ടായ തർക്കവും ഹൈക്കമാൻഡിനെ കുഴപ്പിക്കുന്നു.
ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, VM സുധീരൻ തുടങ്ങിയവർ നൽകിയ കണക്കനുസരിച്ച് കേരളത്തിൽ ഇത്ര വലിയ പരാജയമുണ്ടാകുമെന്ന് ഹൈക്കമാൻഡ് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ 3 നേതാക്കളെയും ഒഴിവാക്കി മറ്റുള്ളവരുമായി ചർച്ച നടത്തി പരാജയ കാരണങ്ങൾ വിലയിരുത്തുകയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ്. ദില്ലിയിൽ നിന്നും ക്യാമറാൻ രാജീവ് കണ്ണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. ഇനി മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. ഇന്ത്യയുടെ ആദ്യ പുനരുപയോഗ വിക്ഷേപണ വാഹനം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പരീക്ഷണ വിക്ഷേപണം നടത്തി. ഉത്തരേന്ത്യയിൽ കനത്ത ചൂട് തുടരുന്നു. വ്യാപകമായ ഉഷ്ണതരംഗത്തിൽ 13 പേരാണ് ഇതുവരെ മരിച്ചത്. രോഹിത് വെമുല കേസ് അന്വേഷിക്കുന്ന ഒറ്റയാൾ കമ്മീഷന്റെ കാലാവധി നീട്ടി. ഓഗസ്റ്റ് 1-നാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുക.